ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ബിസി ഡേ ആണ്. ഞാൻ എന്തൊക്കെയാണ് ദിവസങ്ങൾ ചെയ്തത്, എവിടേക്കാണ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എനിക്ക് മെയിൻലി 2 സ്ഥലത്താണ് പോകാനുള്ളത്. ഒന്ന് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, പിന്നെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസിൽ എൻ്റെ അവിടെ നിന്ന് എക്സിറ്റ് ഫോർമാലിറ്റീസ് കുറച്ചുണ്ട്. സോ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് അവിടെ നിന്ന് ലീവിങ് ലെറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. സോ ഞാൻ ഇറങ്ങി. എനിക്ക് ആദ്യം ATM പോകണം. ATM പോയതിന് ശേഷമാണ് നമുക്ക് ബസ് പിടിച്ചിട്ട് വേണം പോകാൻ. സോ ATM കിടന്ന് കുറച്ച് നടക്കണം. നല്ല മഴയാണ്. രാവിലെ നല്ല മഴയായിരുന്നു. ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് പറ്റിയാൽ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്ത്, പക്ഷേ എനിക്ക് മറ്റന്നാളത്തേക്ക് ആവശ്യമുണ്ട്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോവാണ്. കിട്ടുമെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നടക്കട്ടെ, കാരണം എനിക്ക് ഫോണും പിടിച്ചിങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും പറയാറുണ്ടല്ലേ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവുന്നുണ്ടെന്നൊക്കെ. അത് ഞാനിങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, കയ്യിൽ പിടിച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ ഷെയ്ക്കാവും. ഓക്കെ, ഞാൻ ATM എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു വ്യൂ കാണിച്ചു തരാം. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ആ ഒരു വ്യൂ നിങ്ങളെ കാണിക്കണമെന്ന്. ഉണ്ടോ, നല്ല രസമില്ലേ? ഇത് രാവിലെ വരണം. രാവിലെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഞാൻ ഈ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എനിക്ക് സമയമില്ല അധികം നേരം നിൽക്കുക. ഓക്കെ, നമ്മളങ്ങനെ നടന്ന് മെയിൻ റോഡ് എത്താറായി. എനിക്ക് നിങ്ങൾ ആ ബിൽഡിംഗ് കണ്ടോ? അതിവിടെ വലിയൊരു ഫ്ലാറ്റാണ്, DLFൻ്റെ. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റാണ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ, അതേപോലെ തന്നെ അനുശ്രീ, അങ്ങനെ കുറേ പേരുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു അപർണയും ജീവിയൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഇതൊക്കെ കണ്ടോ, മെട്രോയുടെയൊക്കെ പണി നടക്കുന്നതാണ്. സീപോർട്ട് എയർപോർട്ടോടാണ് കേട്ടോ. ഞാനതിൻ്റെ ഒരു ചെറിയ വഴി കൂടെയാണ് നടക്കുന്നത്. മഴ പെയ്താൽ ഇങ്ങനെയാണ് അവസ്ഥ. അതിപ്പോൾ കേരളത്തിലെ എല്ലാ റോഡിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ മഴ പെയ്യുന്നത്. എനിക്കൊരു ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങോട്ടും പോകുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ മഴയും കൂടെ പറയണ്ടല്ലോ. ബസ്സൊക്കെ പോകുന്നുണ്ട്. എനിക്കിവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഡയറക്റ്റ് ബസ് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. 9:30 ബസ് ഉണ്ടെന്നാണ് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പം പറഞ്ഞത്. എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ആണെന്ന്. നമ്മൾ നടന്നതേണ്ട ATM എത്താറായി. അവിടെ ഒരു കാറ് നിർത്തിയിട്ടേക്കുന്നുണ്ടല്ലേ. സോ അതിൻ്റെ ഓപ്പോസിറ്റല്ല, അതിന് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് മാറിയിട്ട് ആ ബൈക്കൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഒക്കെ അടുത്താണ് ATM. ഞാൻ എറണാകുളത്തോട് വരുന്ന സമയത്ത് ഈ റോഡൊന്നും അടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടച്ചു. സോ ഇതാണ് നമ്മുടെ ATM. നമുക്ക് കയറിയിട്ട് പൈസ എടുത്തിട്ട് കാണാം. ചതിച്ചു ഗൈസ്, അതൊന്നും പൈസ എടുക്കാൻ പറ്റത്തില്ല. സോ ഞാനുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടുണ്ടോ കൈ തരാനുണ്ടോ 100 രൂപ മുക്കട്ടെ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ മൂഞ്ചി, കാരണം സെക്യൂരിറ്റിയുടെ ഇല്ല. ഇനി ഇവിടെ നിന്ന് ആരുടെയും കയ്യിലോ അല്ലെങ്കിൽ കടയിലോ മറ്റേ കയറിയിട്ട് ചോദിച്ചു നോക്കാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കുറേ ആളുകളോട് ചോദിച്ചു. സോ അവരുടെ
അവിടെയൊന്നും കയ്യിലില്ല. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന കടയുണ്ട്. സോ അവിടെ നിന്ന് ചെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. സോ അവിടെ ഇല്ല. സോ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുന്നു. നേരത്തെ വരേണ്ടതായിരുന്നു. സോ ഞാൻ അവിടെ നിന്ന് കാക്കനാടേക്ക് ബസ് കയറി. കാക്കനാട് നിന്ന് ഇപ്പോൾ ഒരു ATM കയറാൻ പോവാണ്. അറിയില്ല ഇവിടെ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പക്ഷേ പൈസ എടുക്കട്ടെ കേട്ടോ. പൈസ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പൈസ ഉണ്ടെന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വിഡ്രോവൽ മെസ്സേജ് വന്നിട്ടുണ്ട്. യെസ്, പൈസ കിട്ടി ഗൈസ്. ഓ താങ്ക് ഗോഡ്. ഓക്കെ, ഒരു എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഇനി ഞാൻ എന്തായാലും ബസ് നോക്കട്ടെ കേട്ടോ. ഞാൻ ബസ്സിനകത്ത് നിൽക്കുകയാണ്. ഇവിടെ ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോവാമെന്ന്, വേറെ ബസ് മാറി കയറി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നേ. നമുക്ക് ബസ് കിട്ടി. ഈ ബസ് ഞാൻ ഉദ്ദേശിച്ച വഴിയിലൊക്കെ നിന്ന് പോകുന്നത് ബസ് വേറെ ഏതൊക്കെ വഴി കൂടെയാണ്. മെഡിക്കൽ കോളേജിൽ ടിക്കറ്റ് എടുത്ത് വേറെ ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്ത് തോന്നുന്നു. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇതുവഴി വഴിയുണ്ടെന്നാണ് കണ്ടത്. നമുക്ക് പിന്നെ ഏത് കോളേജാണെങ്കിൽ കുഴപ്പമില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനല്ലേ. നമ്മളങ്ങനെ മെഡിക്കൽ കോളേജ് എത്തി ഗൈസ്. ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ലേ? ഇതിൻ്റെ വ്യൂ ആണ് ഞാൻ ബസ്സിൽ വരുമ്പോൾ അവിടെ കണ്ടത്. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഇതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. എനിക്ക് തോന്നുന്നു ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര വലുതാണ്. ഇതിന് അത്ര വലിപ്പമൊന്നും പുറമേ നോക്കുമ്പോൾ ഇല്ല. ഉള്ളിലോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് കാണാൻ പക്ക ഒരു ക്യാമ്പസ് പോലെയാണ് കേട്ടോ. ഒരു കോളേജില്ലേ, ആ ഒരു വൈബാണ്. ഞാനവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു, നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനായതുകൊണ്ടേ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കാഷ്വാലിറ്റിയിൽ ചെല്ല എന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് ചെന്ന് ചോദിച്ചു നോക്കാം. ഞാനിനി കൂടുതൽ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഹോസ്പിറ്റലല്ലേ, വയ്യാത്ത ആളുകളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം നോക്കാം, പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം. ഞാൻ എന്തായാലും വോയിസ് കൊടുക്കത്തില്ല, വെറുതെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. ഉണ്ടോ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. സോ അതാണ് കാഷ്വാലിറ്റി. ഓക്കെ, ഞാൻ പോയി നോക്കട്ടെ. ഓക്കെ, നമ്മൾ കാഷ്വാലിറ്റിയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു, നമ്മൾ നോർമലി കാണിക്കുന്ന പോലെ OP ടിക്കറ്റ് എടുത്തിട്ട് വേണം കാണിക്കാൻ. OP ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് വേണം നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് എപ്പോൾ OP എടുത്ത് പോകാനാണെന്ന് എനിക്കറിയില്ല. നോക്കാം. എന്തായാലും ഞാൻ OPയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ OP ടിക്കറ്റ് എടുത്താൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും കാണിക്കും. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനകത്ത് കുറേ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതാണ് മെയിൻ പ്രശ്നം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടും കിട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ OP അടയ്ക്കും. ഞാൻ നാളെ വീണ്ടും വരേണ്ടി വരും.
നോക്കാം. ഇവിടെ 1:30 വരെ 2 മണിയുടെ എങ്ങാണ്ടേ ഉള്ളൂ. ഇതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ OP. ഇനി ഞാൻ വീഡിയോ എടുക്കത്തില്ല ഗൈസ്. ഓക്കെ ബൈ. സോ നമ്മൾ ടോക്കൺ എടുത്തു. 533 ടോക്കൺ നമ്പർ. അവിടെ 200 സംതിങ് ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതെടുക്കണം. കുറച്ച് പ്രിൻ്റൊക്കെ എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞാലോ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സാധനം പ്രിൻ്റ് എടുത്തുകൊണ്ട് വരണമായിരുന്നു. സോ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കട നോക്കിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ എവിടെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും കാണുമായിരിക്കും. പുറത്തിറങ്ങിയിട്ട് നോക്കാം. സോ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് മെഡിക്കൽ കോളേജിൽ വരുന്നത്. മെഡിക്കൽ കോളേജ് എനിക്കിഷ്ടമല്ല. പിന്നെ ഓരോരോ ആവശ്യം വരുമ്പോൾ വന്നല്ലേ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല മെഡിക്കൽ കോളേജിൽ. ഇവൻ ഡോക്ടറെ കാണിക്കാൻ പോലും ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഒറ്റയ്ക്ക് വരുന്നത്. ഞാൻ വേറൊരാളെ കാണിക്കാൻ പോലും ഇതേവരെ വന്നിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എന്നെ കാണിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്. ആരെയും കാണിക്കാനല്ല, എന്നെ തന്നെ കാണിക്കാൻ. ഞാനങ്ങനെ ആരുടെയും കൂടെ മെഡിക്കൽ കോളേജിലൊന്നും കൂട്ടുപോകാറില്ല. കാരണം എനിക്കറിയില്ല എന്തൊക്കെ ചെയ്യണമെന്നൊന്നും. അതുകൊണ്ട് ഞാൻ പോകാറില്ല. പിന്നെ ഇതിന് മുന്നേ എനിക്ക് ആവശ്യം വന്ന സമയത്ത് അമ്മയായിരുന്നു എന്നെ സഹായിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് എങ്ങനെയാണെന്ന് ഓർമ്മയൊന്നുമില്ല. കാരണം ഞാൻ ബിടെക്കിന് ചേർന്ന സമയത്തായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറൊന്നും അറിയില്ല. എന്തായാലും 200 സംതിങ് അല്ലേ ആയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നിങ്ങളെൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് കണ്ടില്ലേ? അതാണ് കിൻഫ്ര. നമ്മളെ ബയോടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സോൺ എടുത്തിട്ടുണ്ടല്ലേ? കൊച്ചിൻ എക്കണോമിക് സ്പെഷ്യൽ സോൺ എന്നൊക്കെ ഇട്ടിട്ടില്ല, അതുപോലെയൊക്കെ. ഓക്കെ, നമ്മളോടൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഓട്ടോച്ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു മുകളിലൊരു മൊബൈൽ ഷോപ്പുണ്ട്, അവിടെ നിന്ന് എടുത്ത് തരുമെന്ന്. ഇതൊക്കെ കിൻഫ്രയുടെ ഹൈടെക് പാർക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ജോലി കിട്ടിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ സർക്കാരിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കിൻഫ്ര അതിൻ്റെ കുഴപ്പം എന്താണോ എന്തോ. കേരളീയായിരിക്കുമല്ലോ. അയ്യോ അല്ല, നല്ല റോഡാണ്, നല്ല രസമാണ് കാണാൻ. എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് റോഡ് ക്രോസ് ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാറേ ഇല്ല. പണ്ട് ചെയ്യായിരുന്നു കേട്ടോ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നു. ബസ്സൊക്കെ അടുത്തുകൂടെ വരുമ്പോൾ ഞാൻ പോകുമായിരുന്നു. പിന്നെ അത് പേടിയായി തുടങ്ങി. ഇവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് പോയിട്ട് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഞാനിനി അധികം സംസാരിക്കുന്നില്ല, ആളുകളൊക്കെ എല്ലാം ശ്രദ്ധിക്കുന്നു. അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ക്രോസ് ചെയ്യണം. അയ്യോ, ഞാനങ്ങനെ ക്രോസ് ചെയ്ത് വന്നു. ഇതിനെതിരെ ചെയ്യുന്നുണ്ട്. നമുക്ക് പോയി ഫോട്ടോസ്റ്റാർ എടുത്തിട്ട് കാണാം. ഞാൻ പ്രിൻ്റ് എടുക്കാൻ വന്നു. ഒരു പേജിന് 4 രൂപയാണ്. എനിക്ക് കുറച്ചധികം എടുക്കാനുണ്ട്.
പക്ഷെ നമ്മൾ ഫോട്ടോഷാറ്റൊക്കെ എടുത്തു. ഇനി പോവാണ്, തിരിച്ച് മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പോവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഡോക്ടറൊക്കെ കാണിക്കും. നല്ല റോഡാണ് ആക്ച്വലി, പക്ഷേ ഇതിലും ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കളമശ്ശേരിക്ക് പോകുന്ന റോഡ് കാണാൻ. എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടത്. രണ്ട് സൈഡ് മരങ്ങളൊക്കെ തങ്ങി നിൽക്കുന്നൊരു റോഡ്. ഇതുപോലത്തെ റോഡ് തന്നെയാണ്, കോൺക്രീറ്റ് റോഡാണ്, പക്ഷെ കുറച്ചൊരു മരങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ നടക്കുവാണ്. ഞാൻ പോട്ടെ, കാരണം എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ മെഡിക്കൽ കോളേജ് എത്തിയിട്ട് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ വോയിസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, നോക്കാം. വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുമായിരിക്കും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ ഓൺ വോയിസ് തന്നെ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം പറ്റി കേസ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, എനിക്ക് എൻ്റെ പഴയ കമ്പനിയിൽ പോകണം ID കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ID കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി എനിക്ക് തിരിച്ച് റൂമിൽ ചെന്നിട്ട് വേണം പഴയ കമ്പനിയിലോട്ട് പോകാൻ. അബദ്ധം പറ്റി. രാവിലെ തൊട്ട് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, സോ അതെല്ലാം പൊളിച്ചു. അപ്പോൾ ഞാൻ പോവാണ്, എനിക്കിപ്പോൾ ഒരു ബസ്സുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല. ഓക്കെ. ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ബസ് നിർത്തി പോസ്റ്റാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ബസ്സിനെ എനിക്ക് അങ്ങോട്ടും കിട്ടും. ഇനി ഓഫീസിൽ പോക്ക് നടക്കുമെന്ന് അറിയില്ല. 10 മണിക്കാണ് ഞാൻ ഇവിടെ കയറുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിനുള്ളിൽ. ഇപ്പോൾ സമയം 3:17. ഞാൻ ബസ് ഇറങ്ങിയ സമയത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ ഒരുമാതിരി ചീഞ്ഞ മഴ. ഞാൻ എന്തായാലും ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകണം. ആ സമയം ഏകദേശം 4 മണിയായി. അപ്പം ഞാനിനി ഓഫീസിൽ പോകുന്നില്ല, കാരണം ഇവിടെ നല്ല മഴയാണ് കണ്ടോ. നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാനൊന്നും പോകുന്നില്ല ഓഫീസിൽ. എനിക്ക് മറ്റന്നാളാണ് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടത്. സത്യത്തിൽ ഇതിപ്പോൾ മുന്നേ ഞാൻ ചെയ്ത് വെക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മടിച്ചിരുന്നിട്ട് ആണ് ഇത്രയും ലേറ്റ് ആയത്. ഞാൻ ഓൾറെഡി പഴയ ഓഫീസിലൊക്കെ കുറച്ച് കാലം ആയിരുന്നു. അപ്പോൾ
മുന്നേ ഞാൻ പോയി എക്സിറ്റ് അടിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വന്നുകൊണ്ട് ഇപ്പോൾ നാളെ എന്തായാലും പോയി എക്സിറ്റ് അടിക്കണം. നാളെ എനിക്ക് വീണ്ടും മെഡിക്കൽ കോളേജിൽ പോകണം. എനിക്ക് കണ്ണും അതേപോലെ ഇയറൊക്കെ ടെസ്റ്റ് ചെയ്യണം. കുറേ പണിയുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും വ്ളോഗായിട്ട് ഇടുന്നത്. ഡെയിലി വ്ളോഗല്ല, ഒരു ഹോസ്പിറ്റൽ വ്ളോഗാക്കിയിടാൻ വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഞാൻ നേരെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. നല്ല മിന്നലൊക്കെ അടിക്കുന്നുണ്ട്. നേരെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഞാൻ പോകുമ്പോൾ വീണ്ടും കാണിക്കാം കേട്ടോ. ഓക്കെ. സോ രാവിലെ ആയി. ഞാനൊരു 6:15 അപ്പോൾ എഴുന്നേറ്റു. സമയം 6:17 ഞാൻ ഒരു ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങുവാണ്. ഓക്കെ. സോ ഞാൻ ചായ എടുത്തിട്ട് വന്നു. ഇവിടെ നേരെ പുറത്തിരുന്ന് കുറച്ച് നേരം കുടിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് റെഡിയായിട്ട് ഫുഡ് കഴിക്കണം. 7:30 ബസ്സുണ്ട്, അതിന് പോകണമെന്ന് വിചാരിക്കും. നോക്കാം. സോ ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ച് ലേറ്റായിപ്പോയി. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. കഴിക്കണമെന്ന് കാണിക്കില്ല, ജസ്റ്റ് റെഡിയായിട്ട് ഇറങ്ങുന്നതായിരിക്കും കാണിക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ ഇറങ്ങി. കഴിച്ചില്ല. ഇഡലിയായിരുന്നു. വെറുതെ ഗ്യാസ് കയറി അലമ്പായാലും വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചില്ല. 7:25 ബസ്, 7:10 7:08. സോ നടക്കട്ടെ. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ഇനി ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് കാണാം. സോ ഇത്ര പേരോട് നല്ല തിരക്കായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് പേര് ആളുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തായിരുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ പോയി. ബസ്സിൽ വരും. സോ ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാനിങ്ങനെ ബസ്സിൽ വരും. മെഡിക്കൽ കോളേജ് ബസ് തന്നെ കിട്ടി കേട്ടോ. പക്ഷെ കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല. നല്ല രസമുണ്ടല്ലേ, ബ്ലോക്കൊന്നും ഇല്ലാതെ കാക്കനാടൊക്കെ വല്ലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ അതിന് മുന്നേ എന്തെങ്കിലും കണ്ടുകളൊക്കെ ഉണ്ടാക്കി കാണിക്കും. സോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കുളത്തിലേക്ക് കയറി നല്ലൊരു റോഡുണ്ടെന്ന്. നമ്മൾ ആ റോഡ് വഴിയെടുത്ത് പോകുന്നത് കാണാം.
അതാണ് OP. നമ്മൾ ഇന്നലെ ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് കാർഡ് കൊണ്ടത് കാണിച്ചാൽ മതി. നല്ല തിരക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് പിടിക്കാം. രണ്ടിടത്തു നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് പിടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് എന്തായാലും നമുക്കങ്ങനെ ക്യൂ നിൽക്കണ്ടല്ലോ. ജസ്റ്റ് അത് എടുത്തിട്ട് നമുക്ക് നേരെ പോകാമല്ലോ. റിസൾട്ടല്ലേ. അപ്പോൾ ചേച്ചിമാരെ ക്ലീൻ ചെയ്യുന്നൊക്കെയുണ്ട്. ഓക്കെ. സോ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിടത്ത് നമുക്ക് കിട്ടി പോസിറ്റീവാണ്. അപ്പോൾ എനിക്കറിയാമായിരുന്നു അങ്ങനെ ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ടെസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ നമുക്ക് അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിടത്ത് 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. നമ്മൾ നേരത്തെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ OP ടിക്കറ്റ് എടുത്തിടത്ത് നേരെ പെന്നെ എടുത്തിട്ടില്ല, അവിടെ തിരക്കാണ്. അതിലേക്ക് പോകണം. സോ നമ്മൾ ഇനി റിസൾട്ടൊക്കെ മേടിച്ചു ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ശരി, തിരക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. സോ നമ്മൾ കാണിക്കാൻ പോവാണ്. എപ്പോഴാണ് തുറക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് കണ്ണ് കാണിക്കാം ഡോക്ടറിന്. ഇവിടെ ആരുമില്ല, തുറന്നിട്ടുമില്ല. ഇതാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒഫ്താൽമോളജി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ENT കാണിക്കാൻ പോകും. എന്നിട്ട് ജനറൽ മെഡിസിൻ. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു വിശദമായി. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഡോക്ടർ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തരുന്നതിന് 100 രൂപ കൊടുക്കണം. ഞാനിപ്പോൾ ENTക്ക് 100 രൂപ എടുത്തു. കണ്ണിൻ്റെ ഡോക്ടറിനോടൊന്നും മേടിച്ചില്ല. ഇനി ഇവിടുത്തെ ഡോക്ടർക്ക് എത്ര രൂപയാണെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പം ഡോക്ടർ റൗണ്ട്സിന് പോയേക്കാണെന്ന് പറഞ്ഞു. സോ വെയിറ്റിംഗ് ആണ്. സോ ഡോക്ടർ വരാൻ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊന്നിവിടെ വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിരിക്കാതെ. എനിക്ക് വിശക്കുന്നുണ്ട്. പക്ഷേ അവിടെ ക്യാൻറ്റീനിൽ പോകുമ്പോൾ അവിടെ നല്ല തിരക്കാണ്. ഞാൻ ബിസ്ക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഞാൻ ഇന്നലെ ഗ്രൗണ്ട് കാണിച്ചെന്നില്ലേ, ഗ്രൗണ്ടിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. അവിടെ ചെന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ കണ്ടത് മെട്രോയുടെ ഫീഡർ ബസ്സാണ് കേട്ടോ. അവിടെ നിന്ന് ആൾ നോക്കുന്നതെന്നാണ് ഞാൻ പറയാൻ. ഫീഡർ ബസ്സാണ്. ഇവിടെ ഭയങ്കര സ്മെല്ല്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാർഡിയോളജി വിഭാഗമൊക്കെ വരുന്നത്. നമുക്ക് ഈ സ്മെല്ലില്ലാത്ത സ്ഥലം നോക്കിയിരിക്കാം. ഇവിടെ ഇരിക്കല്ലേ. സോ അതാണ് മെട്രോയുടെ ഫീഡർ ബസ് കേട്ടോ. അതായത് ഏതെങ്കിലും നിയറസ്റ്റ് മെട്രോ ഇവിടെ കളമശ്ശേരിയാണല്ലോ അടുത്ത്. കളമശ്ശേരിക്കായിരിക്കും പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല നനവുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ കളമശ്ശേരിക്ക് പോകും, അതല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളത് കാക്കനാട് വാട്ടർ മെട്രോ ആണ്. സോ വാട്ടർ മെട്രോയുടെ അങ്ങോട്ടേക്ക് ബസ്സുണ്ട് കേട്ടോ. അതും കണക്ഷൻ ബസ്സാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നേക്കുന്ന ഒരു ഓറിയാണ്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല. ഇഡലി ആയതുകൊണ്ട് എനിക്ക് ഗ്യാസും കനക്ക് അയാളൊന്നും മേടിച്ച് ഞാൻ കഴിച്ചില്ല. ഓക്കെ, ഇത് കഴിക്കട്ടെ. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചു. ഞാൻ കവർ ഇവിടെ ഇടുന്നില്ല,
ഞാൻ സ്വതവേ അങ്ങനെ കവർ കളയാറില്ല. ഞാൻ ഉടനെ ബാഗിനെടുത്ത് വെക്കുവാണ്. എന്നിട്ട് ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ കളയുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ പ്ലാസ്റ്റിക് കളയാതിരിക്കട്ടെ. ഇവിടെ ഒരുപാടുണ്ട്. ഇത് ആക്ച്വലി ഒരു മെഡിക്കൽ കോളേജ് പരിസരമല്ലേ. പക്ഷെ എന്നാലും എനിക്കിഷ്ടമല്ല അങ്ങനെ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കളയരുതോ. വേറൊരു കാര്യമുണ്ട്, നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ഭാരത കർമ്മസേനയ്ക്ക് അങ്ങോട്ട് 50 രൂപ കൊടുക്കണം. എങ്ങോട്ടാണോ ഈ കേരളത്തിൻ്റെ പോക്ക്. വെള്ളം കൊണ്ടുവന്നായിരുന്നു. അപ്പം വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും പുറത്തുനിന്നാണ് കഴിക്കുക. പക്ഷേ എനിക്കിങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ പുറത്ത് കഴിക്കാൻ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പരിസരം കൊള്ളില്ല. എന്നാലും ഞാൻ നോക്കാം. വീഡിയോ എടുത്താൽ ഞാൻ ചാനലിൽ തന്നെ ഇടാം. ഇപ്പോൾ എന്തായാലും വേറെ കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ഫോണായിട്ട് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹോൾഡർ പോലുള്ള സാധനങ്ങൾ മേടിച്ചാലോന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. കാരണം നമ്മുടെ ചാനലിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, എന്നെപ്പോലെ തന്നെ കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ്. സോ അവരെന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാനൊരു കുട്ടിയുടെ ചാനൽ ഉണ്ടായിരുന്നു, ഒരു ക്രാഫ്റ്റിൻ്റെ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു ചാനലെങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വെള്ളമൊന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല വേറൊരു വീഡിയോ എനിക്ക് എടുക്കാറുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് പിന്നെ കാണാം. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഡയറിയാണ്. അതായത് ടു ഡു ലിസ്റ്റില്ലേ, അപ്പോൾ അതാണ്. അപ്പം ഞാൻ എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉള്ളത് എഴുതിക്കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഞാൻ പോക്ക് നടക്കുള്ളൂ. ഞാനതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യട്ടെ കേട്ടോ. കുറച്ചൊരു നല്ല വീഡിയോ ആയിരുന്നു. എനിക്കറിയില്ല ഇതാണോ അതാണോ ആദ്യം ഇടുന്നതെന്നും. എനിക്ക് അതായിരിക്കും ആദ്യം ഇടുക. കാരണം അത് വീഡിയോയും ഓഡിയോയും എല്ലാം ഉണ്ടല്ലോ. ജസ്റ്റ് അങ്ങ് എടുത്തിട്ടാൽ പോരെ. ഞാൻ വീണ്ടും പോസ്റ്റാണ്. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം, ഇതുവഴിയൊക്കെ നടക്കണം. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണിക്കാം. ഒരു ലൈവൊക്കെ ഇട്ടു, ഒരു 10 മിനിറ്റ്സ് ലൈവ് ഇട്ടു. എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോയി നോക്കണം ഡോക്ടർ വന്നോന്ന്. സോ ഇത്ര നേരോടെ പോസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ലൈവാക്കി ഇട്ടു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് നടക്കുകയാണ്. അവിടെ ഡോക്ടർ ഒന്ന് നോക്കാം. ഡോക്ടർ ഇപ്പോഴൊന്നും വരത്തില്ല, സമയം എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം എന്തൊക്കെ. ഞാനേ ഇവിടെ സെക്യൂരിറ്റി ചേട്ടനോട് രാവിലെ വന്ന പോലെ ബസ്സുണ്ടോ എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. ബസ് നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുവാണ്. സോ ഡോക്ടർ വന്നില്ല, വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരം പോസ്റ്റ്. ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഡോക്ടർമാരുടെ സമരമാണ്. സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് വിട്ടു. ഞാൻ അത് നോക്കി പോവാണ്. ഡോക്ടർമാരൊക്കെ സമയത്തിലാണ്. ആകെ ഒ പിയിൽ കുറച്ച് ചെറിയ ഡോക്ടേഴ്സേ ഉള്ളൂ. ഇവിടാണ് വന്നേക്കുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടി, ഇനി റൗണ്ട്സിൽ വെക്കണം. അപ്പോൾ അതിന് ഇതിലോട്ട് പോവുക. കിട്ടി ഗൈസ്, കിട്ടി. 2 ദിവസത്തെ പ്രയത്നത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അന്നേരം ഹോസ്റ്റലിൽ പോകും. ഹോസ്റ്റലിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. മറ്റടുത്ത് 11:30 ആയതേ ഉള്ളൂ. 3:30 ആകുമ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോട്ടെ. സോ നമ്മൾ ഇറങ്ങി. ഈ ബസ് എപ്പോഴാണെന്ന് അറിയില്ല. ഇവിടെ വെച്ച് എനിക്ക് അറിയാവുന്ന ഒരാളെ ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. ഇതൊരു ബസ്സുണ്ട്, എങ്ങോട്ടൊക്കെയാണെന്നോ.
മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നു. ഇനി ഹോസ്റ്റലിൽ പോകണം. സമയം 12:45 ആയതുകൊണ്ട് 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി ഓഫീസിൽ. 2:30 പോകുമ്പോൾ ഞാൻ ഇറങ്ങാം. ഇവിടുന്ന് 10 മിനിറ്റ് ദൂരമുള്ളൂ. പോട്ടെ കേട്ടോ. ഇനി ഓഫീസിൽ ഇറങ്ങുമ്പോൾ കാണിക്കാം. സോ ഞാൻ റൂമിൽ വന്നു, ഫുഡ് കഴിച്ചു. കുറച്ച് നേരം കിടക്കുവാണ്. കിടന്നെഴുന്നേറ്റിട്ടാണ് ഞാൻ പോകുന്നത്. കുറേ നേരം നിന്നുകൊണ്ടിരിക്കുന്ന നല്ല ക്ഷീണമുണ്ട്. സോ ഉറങ്ങട്ടെ. സോ ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങി എക്സിറ്റ് അടിക്കാം. എനിക്ക് മടിയാവുന്ന ആക്ച്വലി, പക്ഷെ പോകാതെ പറ്റത്തില്ലല്ലോ. കാരണം ഇവിടെ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നാളെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ലെറ്ററും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ പോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഓഫീസിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബസ് കയറുന്നൊന്നും എന്തായാലും കാണിക്കത്തില്ല. ഓഫീസ് എത്തിയിട്ട് ഞാൻ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പുറമേ നിന്ന് ഓഫീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ വ്ളോഗ് തീരാറായി. നല്ല മഴയാണ്. ഞാൻ ബസ്സിൽ കയറുമ്പം മഴ പെയ്തില്ല. ബസ് ഇറങ്ങിയപ്പോഴാണ് മഴ. സോ എനിക്ക് ഈ റോട്ടിൽ കൂടെ വരാൻ ഭയങ്കര പേടിയാണ്. ആളുകളൊക്കെ കണ്ണും മൂക്കും ഇല്ലാതാണ് പോവുക. വേണ്ടേ, നിങ്ങളവിടെ കാണുന്നില്ലേ, അതാണ് ഞങ്ങളുടെ ക്യാബ്. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങളുടെയല്ല, എൻ്റെ പഴയ ഓഫീസ്. ഞങ്ങളിവിടെ എക്സിറ്റ് അടിക്കാൻ വന്നതാണ്. ഞങ്ങളോട് പറഞ്ഞില്ല, നമുക്കങ്ങനെ ക്യാമറ അലൗഡ് ഒന്നുമല്ല. ഓൾറെഡി വർക്ക് ചെയ്യുമ്പോഴേ ക്യാമറ അലൗഡ് അല്ല. ഞാൻ എന്തായാലും പോയി എക്സിറ്റ് അടിച്ചിട്ട് ഇറങ്ങിയിട്ട് കാണിക്കാം. സോ ഞാൻ എക്സിറ്റ് അടിച്ചു. പുറത്തോട്ട് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കും. ഇതാണ് എൻ്റെ ഓഫീസ്. സോ ഞാൻ എക്സിറ്റ് അടിച്ച് ഇറങ്ങി. കുറച്ച് പേരെ കാണാനുണ്ടായിരുന്നല്ലോ, കണ്ടു. അങ്ങനെ ഇതിനൊരു അവസാനമായി. ഓക്കെ, ഇനി ഞാൻ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബായ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്.